ഹലോ എവരി വൺ. ഞാനിപ്പം ചെയ്യാൻ പോകുന്ന വീഡിയോ ഉണ്ണിക്കുട്ടനായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഉണ്ണിക്കുട്ടന് ഒരു 2 വയസ്സൊക്കെ ഉള്ളപ്പം, ഇപ്പൊ 4 വയസ്സായി, 2-2.5 വയസ്സുള്ള സമയത്ത് ഞങ്ങൾ രാവിലെ സൺബാത്തിനിരിക്കും. അപ്പം നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിൽ പാലുകൊണ്ട് ഒരാൾ വരുന്നുണ്ട്. പുള്ളിയുടെ പേര് അഭിലാഷ് എന്നാ. അപ്പൊ അഭിലാഷ് പാല് കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഇവനെ നോക്കി ഉണ്ണിക്കുട്ടാന്ന് വിളിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവന്റെ പേര് എപ്പോഴോ പുള്ളി ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. സാധാരണ അഭിലാഷ് എല്ലാവരോടും അങ്ങനെ സംസാരിക്കുന്ന ആളല്ല, പക്ഷെ ഇവന്റെ പേര് പുള്ളി മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അഭിലാഷ് താഴോട്ട് നടന്നുപോയി. ഇറക്കമുണ്ട്, ഒരു കയറ്റത്തിലാണ് വീട്. അപ്പൊ താഴോട്ട് നടന്നു പോയി കഴിയുമ്പോഴത്തേക്ക് ഉണ്ണിക്കുട്ടൻ പതുക്കെ നടന്ന് അവിടെ ചെന്നിട്ട് ടാറ്റാന്ന് വിളിച്ചു പറഞ്ഞു. അവിടെ അഭിലാഷ് തിരിഞ്ഞ് ടാറ്റ കൊടുത്തിട്ട് പോയി. അപ്പം ഈ പിള്ളേരെ നമ്മൾ സാധാരണ ഇങ്ങനെ നോട്ടീസ് ചെയ്യില്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സംഭവം. അപ്പൊ ഉണ്ണിക്കുട്ടനെ പുള്ളി നോട്ടീസ് ചെയ്തു. പുള്ളിയുടെ പേരും കാര്യങ്ങളൊക്കെ, ഉണ്ണിക്കുട്ടന്റെ പേരും ഒക്കെ പുള്ളി മനസ്സിലാക്കി. അതാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നെ എനിക്കൊരു തൈര് വേണമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വിളിച്ചു, അഭിലാഷെ എന്ന് വിളിച്ചിട്ട് എനിക്കൊരു തൈര് വേണമെന്ന് പറഞ്ഞു. ഞാന് ഉണ്ണിക്കുട്ടന്റെ വീട്ടിൽ നിന്നാന്ന് പറഞ്ഞു. ഉണ്ണിക്കുട്ടന്റെ അച്ഛനാന്ന് അങ്ങനെയാ പറഞ്ഞത്. പുള്ളി എന്റെ പേര് ശരിക്കും പുള്ളി അറിയണമെന്ന് എനിക്ക് അറിയാവുന്ന സംശയമാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഇയാൾക്ക് ഉണ്ണിക്കുട്ടന്റെ പേരറിയാം എന്നുള്ളത് എനിക്കറിയാമല്ലോ. അത് വെച്ചോണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞേ. ഒന്നും പറഞ്ഞില്ല പുള്ളി, ശരിയെന്ന് പറഞ്ഞു വെച്ചു. അപ്പൊ പുള്ളി അയാൾക്ക് അറിയാം ഇങ്ങനെ ഉണ്ണിക്കുട്ടന്റെ വീട്ടിൽ നിന്നാണ് അല്ലെ ഉണ്ണിക്കുട്ടന്റെ അച്ഛാന്ന് പറയുമ്പോൾ തന്നെ അവിടെ ക്ലിയർ ആയി. പുള്ളിക്ക് സംശയമൊന്നുമില്ല, ഏത് ഉണ്ണിക്കുട്ടൻ എന്ന് ചോദിച്ചില്ല. അപ്പൊ ഇവനൊരു ഐഡന്റിറ്റി ഒരു ഫോമായി വരിക, ഉണ്ണിക്കുട്ടൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇവന്റെ ഒഫീഷ്യൽ നെയിം ഫിലിപ്പ് എന്ന രീതിയിൽ ഒരു ഐഡന്റിറ്റി ആയി വരിക. ഇവനെ പലർക്കും ഇങ്ങനെ ഇവന്റെ പ്ലേ സ്കൂളിന്റെ അടുത്തുള്ള അവർക്കും ഒക്കെ ഇവനെ അറിയാം. അപ്പം ഇനി ഇവൻ അടുത്ത സ്കൂളിൽ പോകുന്നു, അടുത്ത വരിക. അപ്പൊ നമ്മൾ നന്നായി വരാൻ വേണ്ടിയാണ് എല്ലാവരും വിടുന്നത് സ്കൂളിലൊക്കെ. ഓക്കെ, അതൊരു സിസ്റ്റം ആണല്ലോ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ പഠിക്കുന്ന ഒരു കുട്ടി, ഒരു 50 പിള്ളേരുള്ള ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ 2-3 പേരായിരിക്കും ഏറ്റവും നല്ല പഠിക്കുന്നത്. ഇവര് വലിയ മിടുക്കരായിട്ടും ബാക്കിയുള്ളവർ ആവറേജുമായിട്ട് കാണുക, കമ്പയർ ചെയ്യും. അങ്ങനെ വഴക്കും പറഞ്ഞ് ഈ മറ്റവനെ കഴിവില്ലാത്തവനായിട്ട് കണ്ടുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നോക്കണം. അവിടെ നല്ല കഴിവുള്ള ആളെ കഴിവില്ലാതെ ആക്കുന്ന രീതിയാണ് ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം ഞാനിപ്പം സ്കൂളിൽ വിടുന്ന കാര്യം പറയുമ്പോഴത്തേക്കും ഇവനെ വിടേണ്ട കാര്യം ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ ദൈവം സമ്മതിക്കത്തില്ല. കാര്യം അത് വലിയൊരു സംഭവമായിട്ടാണ് കാണുകയുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ ആർക്കും പ്രയാസമാണ്. അപ്പൊ ഈ ഒരു കണ്ടീഷനിങ് അവിടെ നടക്കും. അപ്പൊ നമുക്ക് തന്നെ കൊച്ചിനെ പഠിപ്പിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ടെത്തുന്ന കാര്യം. കാരണം ഞാനൊന്നും പറഞ്ഞല്ലോ, നേരത്തെ നിങ്ങൾക്ക് അറിയാം, ബെഞ്ചമിൻ ഡിസൂസ ഉണ്ടല്ലോ, അയാൾക്ക് എഴുതാനും വായിക്കാനും അറിയാൻ മേല. അയാൾക്ക് 4ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസമേ ഉള്ളൂ. അപ്പൊ അയാളുമായിട്ട് ഞാൻ അടുത്ത് കഴിഞ്ഞപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അയാളിൽ നിന്ന് മനസ്സിലാക്കി തുടങ്ങി. അപ്പം അയാൾ എന്നോട് പറഞ്ഞു, അയാൾക്ക് ഒരു 10-13 വയസ്സുള്ള സമയത്ത് കോഴിക്കടയിലും മീൻകടയിലൊക്കെ ജോലിക്ക് നിന്ന് അത് കോഴി വെട്ടുകയും അതൊക്കെ ചെയ്ത് ചെറിയ ഒരു വരുമാനം കിട്ടത്തുള്ളൂ. ഒരു 2 ദോശയോ ചപ്പാത്തിയൊക്കെയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാപ്പിയൊക്കെയേ കൊടുക്കുകയുള്ളൂ. എന്നിട്ട് ഈ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പുള്ളി പിന്നെ പൈസ ആയിട്ട് ബിസിനസ് പൊളിഞ്ഞു നിൽക്കുമ്പോഴാണ് എന്നെ കാണുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാല് ഇപ്പൊ അയാൾക്ക് ശരിക്കും ബിസിനസ് ചെയ്യാനുള്ള കഴിവായി, വിദ്യാഭ്യാസം കൊണ്ടല്ല അയാൾ ഇതൊക്കെ നേടുന്നത്. അപ്പം വിദ്യാഭ്യാസം വേണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ റൈറ്റ് ആയിട്ടുള്ള ഒരു കോച്ചിങ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടത്തില്ല. അവിടെ കമ്പാരിസൺ ആണ് എപ്പോഴും വരുന്നത്. ഇപ്പൊ ഞാൻ എപ്പോഴും ഉണ്ണിക്കുട്ടനോട് പറയുന്നത്, നീ ശക്തിമാനാണ്, കുട്ടിക്കൊണ്ട് ശക്തിമാനാണല്ലോ എന്നൊക്കെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ അവന് തൂമ്പായെടുത്ത്, ചെറിയ തൂമ്പായുണ്ട്, അത് കളക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞ കാലക്കൊള്ളരുത്, ശക്തിമാനാണ് ശരി എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് പറയും. പക്ഷെ എപ്പോഴും കൊള്ളുമ്പോഴേ ഉള്ളൂ അത് മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ. അപ്പം നമ്മൾ അങ്ങനെ കുട്ടികളോട് പറയുമ്പോഴേ ഉള്ളൂ അവരുടെ പവർ യഥാർത്ഥത്തിൽ പുറത്തു വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ശ്രീകാന്ത് എന്ന സിനിമയുടെ റിവ്യൂ ചെയ്തേക്കുന്നത്.
ശരിക്കും ഞാൻ ആ ശ്രീകാന്ത് എന്ന സിനിമ ഞാൻ ഒരുപാട് പ്രാവശ്യം നോക്കിയാണ് കണ്ട സിനിമ. അതിനകത്തൊരു കണ്ണിന് തീർത്തും കാഴ്ചയില്ലാത്ത ഒരാള് വലിയ രീതിയിൽ എത്തുന്നതായിട്ടാണ് വരുന്നത്. വലിയ രീതിയിലുള്ള ബിസിനസ് ഓണറായി മാറുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ സിനിമ മസ്റ്റായിട്ട് കാണണം. അപ്പോഴേ ഉള്ളൂ നിങ്ങൾക്ക് ആ മനസ്സ് എങ്ങനെയാണ് ശക്തനായ ഒരു മനസ്സ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെല്ലാം മനസ്സിലാവും. ഓക്കെ.